മഞ്ജു, ഇത് തോമ്പടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ പബ്ലിക് റോഡിൽ വെച്ച് കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് കേസ്. സാർ, ഈ ഡിഫേമിങ്ങിന് കേസ് കൊടുത്താലുള്ള പരിണിത ഫലങ്ങൾ അറിയാമോ? എന്തൊന്നും മിണ്ടാത്തത്? ഇല്ല. അല്ല, ഈ കടിച്ച ആളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നോ? പറയൂ, എത്തിച്ചായിരുന്നോ? ഇല്ല സാർ. അതെ, ഈ നടു റോട്ടിൽ ചോര പറഞ്ഞ എന്തെങ്കിലും സംഭവിച്ചു വരുന്നെങ്കിലോ? ചോരേ? ആ ചോര വന്ന് അത് നോക്കുന്നതിന് മുന്നേ ഓടിക്കളഞ്ഞില്ലേ? അല്ല, അങ്ങനെയുള്ള പരാതിയിൽ എഴുതിയിരിക്കുന്നത്. അല്ല, പറയൂ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? മഞ്ജു, ഓഫീസിലാണ് സാർ. സാർ, പ്രതി ഇപ്പോൾ ഓഫീസിലാണുള്ളത്. നമുക്ക് അയാളുടെ ഓഫീസിൽ പോയി പൊക്കിയാലോ? അതോ മഞ്ജു, താങ്കളുടെ ഓഫീസ് എവിടെയാണ്? സാർ, കുട്ടി മിണ്ടുന്നില്ല. സാർ, സാർ, ഈ മാല മോശം പ്രതി നിന്ന് കോടതി കൊണ്ടുപോണ്ടേ? വേണ്ട, അവൻ ഉരുട്ടിപ്പിഴിഞ്ഞ് അഴയിലിട്ടേക്ക്, നാളെ കൊണ്ടുപോവാം. ഹലോ മഞ്ജു, മഞ്ജു, കേൾക്കുന്നുണ്ടോ? IPC 327 പ്രകാരം ഇങ്ങോട്ട് വരാത്ത പ്രതികളെ അങ്ങോട്ട് പോയി പൊക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ട്. സാർ, ചീഫ് എടുക്കുമല്ലേ സാർ? ആ വനിതാ കോൺസ്റ്റബിളിനെ കൂടി വിളിക്കൂ. PC, വനിതാ കോൺസ്റ്റബിളിന് ലീവാണ് സാറേ. ശബ്ദം എനിക്ക് ലീവാണോ? ഞാൻ അറിയാതെയോ? സാർ, തോക്ക് വാങ്ങാൻ പോയതാ സാർ. അയ്യോ, അപ്പൊ ഇന്ന് പൊക്കാൻ പറ്റില്ലേ സാർ? അറസ്റ്റ് ചെയ്യാനായിട്ട്. ലീഗലി പോസിബിൾ അല്ല സാർ. PC, ആ ജീപ്പിന്റെ താക്കോൽ എടുക്കൂ. എടാ ബോബി, എന്തോ? ഇത് ഞാനാടാ രജനി ചേച്ചി. എടാ, നിന്റെ അപ്പൂനെ മാളൂനെ വാങ്ങിയാ? എടാ, ഇത് ഞങ്ങളുടെ ഓഫീസിലെ കുട്ടിയാടാ. ഹലോ, ഹലോ. ആ ചേച്ചി, എടാ, ഇതൊരു വക്കീൽ ഓഫീസാടാ. നീ ഇങ്ങോട്ടൊക്കെ വിളിച്ചാണോ നിയമം പറയുന്നേ? എടാ, നീ ആരെയാടാ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്നേ? എടാ ബോബി, എടാ, നിന്നെയാണ് ഇവിടെ രാവിലെ വിളിച്ച് കടിച്ചത്.